പണിക്ക് പണി. നമ്മളെവിടെ പോയാലും നമുക്ക് പണിയല്ലോ. നമസ്കാരം. വെളുപ്പിന് 2:30 നമ്മൾ സൂഖ് വാക്കിഫിൻ്റെ തെരുവിലൂടെ നമ്മുടെ ഹോട്ടൽ റിസപ്ഷനിലേക്ക് നടക്കുകയാണ്. ഹോട്ടലിലേക്ക് ചെല്ലാൻ കോൾ വന്നിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. പകുതി ഉറക്കത്തിലാണ് നടക്കുന്നത്. റൂം കിട്ടുന്ന പ്രതീക്ഷയിൽ അവരൊരു ടെമ്പററി റൂം റെഡിയാക്കിയിട്ടുണ്ട്. ഈ നൈറ്റിന് വേണ്ടി മാത്രം. ഇന്ന് ഉച്ച കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് റൂം റെഡിയാകും. ഹോട്ടലിൻ്റെ ദൃശ്യങ്ങളും റൂമിൻ്റെ കാഴ്ചകളും എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഹോട്ടൽ സ്റ്റാഫുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കരുതെന്ന്. നമ്മളത് റെസ്പെക്റ്റ് ചെയ്യുന്നു. ഹോട്ടലിലെ സ്റ്റാഫും നമ്മുടെ പുതിയ സുഹൃത്തുമായ ഇബ്രാഹിം നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് വേറൊരു ബിൽഡിങ്ങിലുമാണ്. നമ്മൾ ബഗ്ഗി എന്നൊക്കെ വിളിക്കുന്ന ചെറിയൊരു കാർട്ടിലാണ് നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു പ്രോപ്പർട്ടിയിൽ നിന്നും മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് കൊണ്ടുപോകുന്നത് ഇങ്ങനത്തെ കാർട്ടുകളിലാണ്. നമ്മുടെ സാധനങ്ങളും അതിൻ്റെ ബാക്കിൽ വെക്കാൻ പറ്റും. ടയർഡായിട്ടിരുന്ന ഞങ്ങൾക്ക് ഇതൊരു രാജകീയ യാത്ര പോലെയാണ് തോന്നിയത്. ആ കാണുന്നതാണ് ഇവരുടെ ഹോട്ടലിൻ്റെ മറ്റൊരു ബിൽഡിംഗ്. മുകളിലാണ് നമ്മുടെ റൂം. താഴെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഡെസേർട്ട് റോസ് എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ അതിങ്ങനെ ആളൊഴിഞ്ഞ് കിടക്കുകയാണ്. ആദ്യം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ ഏരിയ ഇഷ്ടപ്പെട്ടു. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഗംഭീരമായ ഇസ്ലാമിക് കൾച്ചർ സെൻറ്ററും കാണാൻ പറ്റും. 2-3 മണിക്കൂറിൻ്റെ ഉറക്കത്തിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. പുറത്തേക്ക് ഇറങ്ങിയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അതിൻ്റെ കൂടെ ഒരു ചെറിയ നടത്തുക, രാവിലത്തെ കാഴ്ചകളും കാണാമല്ലോ. എന്ത് കഴിക്കണം എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് അപ്പു പറഞ്ഞത് വെളുപ്പിനെ കുടിച്ച കറക്റ്റ് കാണുന്നു. എന്നാൽ പിന്നെ നമുക്ക് ടീ ടൈമിലേക്ക് തന്നെ പോയി കളയാം. അതാകുമ്പോൾ നമുക്ക് അറിയാവുന്ന കടയുമാണ്. ചെറിയൊരു മൂടൽമഞ്ഞ് പുറത്തുണ്ട്. സൂഖ് വാക്കിഫ് ഇങ്ങനെ അതിൽ പൊതിഞ്ഞു നിൽക്കുകയാണ്. ഒരു സ്വപ്നം കാണുന്ന പോലെ മനോഹരമായ സീൻ. മൂടൽമഞ്ഞിലൂടെ സൂര്യപ്രകാശം ഇങ്ങനെ അരിച്ചിറങ്ങുന്നു. അത് കാരണം എല്ലാത്തിനും ഒരു ചെറിയ തിളക്കമുണ്ട്. ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആണത്. സൂക്കിലൂടെ നടക്കുമ്പം ഈ മനോഹരമായി നിർമ്മിച്ച പഴയ കെട്ടിടങ്ങളും പിന്നെ ഈ അന്തരീക്ഷവും നമുക്ക് ആസ്വദിക്കാതിരിക്കാൻ പറ്റത്തില്ല. നടന്നു നീങ്ങുമ്പോൾ കൾച്ചർ സെൻറ്ററിൻ്റെ പിറകിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരികയാണ്. അത് ആ ബിൽഡിങ്ങിന് കൂടുതൽ സൗന്ദര്യം നൽകുന്നു. ഒരു സ്വർണ്ണ വെളിച്ചം അതിന് കൂടുതൽ ആകർഷണീയത നൽകുന്നു. തെരുവുകൾ നിശബ്ദമാണ്. തിരക്കൊന്നുമില്ല, ആളുകളൊന്നുമില്ല, കടകളൊന്നും തുറന്നിട്ടില്ല. ചില ഹോട്ടൽസ് ഒഴികെ ബാക്കിയെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. കുറച്ച് കാറുകൾ ദൂരെ കടന്നു പോകുന്നു. എവിടെ നോക്കിയാലും പൂച്ചകൾ കറങ്ങി നടക്കുന്നത് കാണാം. ശാന്തമായ തെരുവിലൂടെ ജോഗിങ്ങിന് വരുന്നവരെയും കാണാം. ഈ വിജനമായ തെരുവുകൾക്ക് എന്തോ ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. അത് നമ്മൾ ആസ്വദിക്കുന്നുമുണ്ട്. നമ്മുടെ കയ്യിലിപ്പം ഫുഡുണ്ട്. നല്ല അടിപൊളി പൊറോട്ടയും കറക്റ്റിയും. ഇനി അതിരുന്ന് കഴിക്കാൻ ഒരു സ്ഥലം നോക്കിയാണ് നമ്മൾ നടക്കുന്നത്. ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കാൻ സ്ഥലമുണ്ടെങ്കിലും കുറച്ചുകൂടെ ഭംഗിയുള്ളൊരു ഏരിയ നോക്കിയാണ് നമ്മൾ നടക്കുന്നത്. അപ്പു പറഞ്ഞു നമുക്ക് കോർണിഷിൽ പോയിരുന്നു കഴിക്കാമെന്ന്. കോർണിഷ് ഇവിടെ നിന്ന് നടന്നെത്താവുന്ന ദൂരമേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചാൽ കല്ലുകൾ ഉരയ്ക്കുന്ന സൗണ്ട് കേൾക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് കണ്ടതാണ്. തറ ഉരച്ച് കഴുകുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. മണ്ണ് ഇട്ടിട്ട് കല്ല് വെച്ച് ഉരച്ച് വൃത്തിയാക്കുന്നു. ഇവിടെ എവിടെ അടുത്ത് അത് നടക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ടാണ് നമ്മൾ ചെറുതായിട്ട് ഇവിടെ കേൾക്കുന്നത്. ഈ കഠിനാധ്വാനത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് സ്ട്രീറ്റിലൊക്കെ കാണാൻ പറ്റും. ചെറിയ മാർക്കുകൾ. ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടും ക്ലീൻ ചെയ്യുന്നതുകൊണ്ടുമാണ് ഈ സ്ട്രീറ്റുകളൊക്കെ ഇത്ര ഭംഗിയായിട്ട് കിടക്കുന്നത്. ഏരിയ ഫുൾ ശാന്തമായിട്ടിങ്ങനെ കിടക്കുന്നു. അത് നമുക്ക് കൂടുതൽ റിലാക്സേഷനും നൽകുന്നുണ്ട്. ഈ മെറ്റൽ സ്റ്റാൻഡുകൾ കണ്ടില്ലേ, ഇത് കിളികളുടെയും മൃഗങ്ങളുടെയും കൂടുകൾ വെക്കുന്ന സ്ഥലമാണ്. ഇത് ബേർഡ് മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയ ആണ്. ഇപ്പോൾ അവയെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇതെല്ലാം നിറയും. ഈ തെരുവുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റത്തില്ല ആളുകളെ കൊണ്ട് നിറഞ്ഞൊഴുകുന്നൊരു തെരുവുകളാണെന്ന്. ഇതൊന്ന് രാവിലെ ആയതുകൊണ്ടാണ്. ഉച്ച കഴിഞ്ഞാലേ ഇവിടെ എല്ലാം ഒന്ന് ആക്റ്റീവ് ആവത്തുള്ളൂ. ഇന്ന് വൈകുന്നേരത്തോടെ നമുക്ക് തീർച്ചയായിട്ടും
ഈ കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. കടകളൊക്കെ മൂടിയിട്ടിരിക്കുകയാണ് വലിയ തുണികളുകൊണ്ട്. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് ബേർഡ് മാർക്കറ്റിലൂടെയാണ്. എവിടെ നിന്നൊക്കെയോ പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ എവിടെ നിന്നാണ് കാണാൻ കഴിയുന്നില്ല. അവകളെ കാണാൻ ഇന്ന് രാത്രി വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഈ ഇടുങ്ങിയ ഇടവഴികളിലൂടെ നമ്മൾ മുന്നോട്ട് നടന്ന് നീങ്ങുകയാണ്. നല്ല രസമുള്ള ആർക്കിടെക്ചറാണ് ഇവിടുത്തെ. നമ്മളൊരു ആർട്ട് ഗാലറിയിലൊക്കെ നടക്കുന്ന പോലെയാണ് തോന്നുന്നത്. ട്രഡീഷണൽ സ്റ്റൈലുമാണ്, എന്നാൽ ഇടയ്ക്ക് കുറച്ചൊക്കെ മോഡേൺ ട്വിസ്റ്റും കൊടുത്തിരിക്കുന്നുണ്ട്. എല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നു. ആരുമില്ലാത്ത നല്ല തെരുവുകളിലൂടെയൊക്കെ നടക്കുമ്പോഴേ ഒരു പ്രത്യേക സുഖമാണ്. അത് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് ഞാൻ ചെന്നൈയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജോലി കഴിഞ്ഞ് പാതിരാത്രിക്കൊക്കെ ഒറ്റയ്ക്ക് നടന്ന് ചിലപ്പം കൂട്ടുകാരുടെയും കൂടെയൊക്കെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അന്നിങ്ങനെ വിജനമായി കിടക്കുന്ന തെരുവുകളിലൂടെ നടക്കും. സൂക്കു വക്കീഫിൻ്റെ എല്ലാ വഴികളും CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്ഥലത്തിൻ്റെ ഭംഗിക്കോ കെട്ടിടത്തിൻ്റെ ഭംഗിക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധമല്ല ഈ ക്യാമറകൾ വെച്ചിരിക്കുന്നത്. ഭംഗിയുടെയും സേഫ്റ്റിയുടെയും ഒരു പെർഫെക്റ്റ് ബ്ലെൻഡായിട്ട് അതിങ്ങനെ നിൽക്കുന്നു. ചെറിയ ചെറിയ ഇടവഴികളിൽ കൂടെ പോകുമ്പോൾ അത് ഓരോരോ കടകളുടെയും പിന്നെ ചെറിയ സ്ക്വയറുകളുടെയൊക്കെ ഇടയ്ക്കാണ് നമ്മൾ എത്തുന്നത്. ഒരു വഴി നമ്മളെ ബേർഡ് മാർക്കറ്റിൻ്റെ അടുത്ത് വീണ്ടും കൊണ്ടുവന്നു. ഇവിടെ ഒരാൾ തൻ്റെ കട തുറന്നു വരികയാണ്. അദ്ദേഹം പുതിയൊരു ദിവസത്തിനായി തയ്യാറെടുക്കുകയാണ്. പക്ഷേ ഈ ഒരു ഏരിയയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. നല്ലൊരു മണമുണ്ട് ഇവിടെ എല്ലാം. ഒരു മനോഹരമായ പ്രഭാതത്തിൻ്റെയും സുഗന്ധദ്രവ്യങ്ങളുടെയും ഒരു മണം. ചെറിയ തണുപ്പുള്ള കാലാവസ്ഥയാണ്, അതുകൊണ്ട് നടക്കാൻ നല്ല സുഖമാണ്. തണുപ്പിനോട് നമുക്ക് പരാതിയില്ല. കാരണം നല്ല ചൂടത്ത് നടക്കുന്നതിനെക്കാട്ടും നല്ലത് തണുപ്പത്ത് നടക്കുന്നത് തന്നെ. അനാവശ്യമായ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളോ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച സാധനങ്ങളോ അങ്ങനെ ഈ ഒരു ഭംഗിക്ക് കളങ്കം വരുത്തുന്ന ഒന്നും ഇവിടെ ഇല്ല. പിന്നെ ഈ ബിൽഡിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്ന പെയിൻ്റ് ആണല്ലോ, മെറ്റീരിയൽസ് ആണല്ലോ, അതെല്ലാം ഇതിൻ്റെ എസ്തെറ്റിക്കിന് ചേരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ചില എക്സിറ്റ് ബോർഡുകളും വാർണിങ്ങിൻ്റെ ബോർഡുകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഈ ഭംഗിക്ക് ഒരു കളങ്കം വരാത്ത രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ ട്രഡീഷണൽ ആയിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ ഭംഗിയും ആധുനിക കാലത്തിൻ്റെ ആവശ്യകതയും എല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു ബ്ലെൻഡാക്കി ഡിസൈൻ ചെയ്തിരുന്നത് നമുക്ക് കണ്ടു പഠിക്കാവുന്നതാണ്. മുന്നിൽ കുറച്ചകലെ ഒരു വലിയ ബിൽഡിംഗ് കണ്ടത്, അതാണ് മുഷ്റഫ് ഡൗൺ ടൗണിലുള്ള നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഖത്തർ. നിങ്ങൾക്ക് ആർക്കിടെക്ചറിനോടും മ്യൂസിയങ്ങളോടും നല്ല താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ് മുഷ്റഫ് ഡൗൺ ടൗൺ. ഈ നിർത്തിയിട്ടേക്കുന്ന ജീപ്പ് പോലീസിൻ്റെയാണ്. വീണ്ടും നമ്മളൊരു ചെറിയ ഇടവഴിയിലോട്ട് കയറി. ഈ കാണുന്ന ബിൽഡിങ്ങുകളുടെ ഭിത്തിക്കെല്ലാം ഒരു ചെറിയ ടെക്സ്ചറുണ്ട്. ഭിത്തിയിലുടനീളം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ക്ലാസിക് ലാൻഡേൺ ലൈറ്റുകൾ അതിൻ്റെ ഭംഗി കൂട്ടുന്നുമുണ്ട്. എല്ലാ സ്ഥലവും നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. പോകുന്നിടത്തെല്ലാം വേസ്റ്റ് ബിന്നുകൾ ഒരുപാടുണ്ട്. അതും ഈ പ്രദേശം വൃത്തിയായി സൂക്ഷിക്കാൻ സഹായിക്കുന്നു. വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ചെറിയ സ്പർശങ്ങളിൽ ഒന്നാണിത്. ഇവിടെ പല ബിൽഡിങ്ങുകളും എന്താണെന്നോ അതിൻ്റെ പർപ്പസ് എന്താണെന്നോ നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ഇതിലൂടെ നടക്കുമ്പം ഒരു ടൈം മെഷീനിലൂടെ നമ്മൾ പഴയ ഏതോ നൂറ്റാണ്ടിലെത്തിയ പോലെയാണ് തോന്നുന്നത്. അങ്ങനെ നമുക്ക് തോന്നിക്കുന്ന വിധമാണ് ഇവരിത് ഡിസൈൻ ചെയ്തതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും. പടികൾക്കും ചുവരുകൾക്കും എല്ലാം ഒരു പ്രത്യേക ഒരു സിനിമാറ്റിക് സൗന്ദര്യമുണ്ട്. നമ്മളേതൊരു സിനിമ കാണുന്ന പോലത്തെ സീനുകൾ. എല്ലാ കോണുകൾക്കും എന്തോ കഥ പറയാനുള്ള പോലെ. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് ഒരു തിയേറ്ററിൻ്റെയും പിന്നെ സൂക്കിലെ കടകളുടെയും ഇടയ്ക്കൂടെയാണ്. അങ്ങനെ നടന്ന് ഗ്രാൻഡ് ഹമദ് സ്ട്രീറ്റിലെത്തി. കയ്യിൽ ഭക്ഷണമുണ്ട്, അത് ചൂടാറുന്നതിന് മുമ്പേ കഴിക്കണം. കോർണിഷിലേക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, നടന്നെത്താവുന്നേ ഉള്ളൂ. നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാം. ദൂരെ കടലിനെ കണ്ടുകൊണ്ടും പിന്നെ ബോട്ടുകൾ കണ്ടുകൊണ്ടും ദൂരെ നിൽക്കുന്ന സിറ്റിയെ കണ്ടുകൊണ്ടും നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. അതല്ലേ നല്ലത്. നടക്കാൻ പോകാനും ജോഗിങ്ങിന് പോകാനും പിന്നെ ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനും കൂട്ടുകാരോടൊപ്പം വൈകുന്നേരങ്ങളും രാവിലെ ആസ്വദിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് സൂക്കു വക്കീഫും കോർണിഷും. അതുമാത്രമല്ല, അത് കഴിഞ്ഞ് മിനാ ഡിസ്ട്രിക്റ്റും ബോക്സ് പാർക്കും അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ദോഹയിലുണ്ട്. സൂക്കിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഉണ്ട്, പിന്നെ ഒരുപാട് ആക്ടിവിറ്റികൾ നടക്കുന്ന സ്ഥലമാണ്. നടന്നു പോകുമ്പോൾ നമുക്ക് ഈ തറയെ മാർക്കുകൾ കാണാം. അതെല്ലാം ക്ലീനേഴ്സ് ഉരച്ച് കഴുകിയതിൻ്റെ മാർക്കുകളാണ്. അത് നമ്മൾ ചെറുതായിട്ട് കഴിഞ്ഞ വീഡിയോ കണ്ടിരുന്നു. ഈ പാടുകളൊക്കെ നമ്മളോട് പറയുന്നത് എത്രത്തോളം ഇവിടുത്തെ വൃത്തിക്കും മെയിൻ്റനൻസിനും അങ്ങനെ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾക്കും ശ്രദ്ധ കൊടുക്കുന്നു എന്നതാണ്. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കെട്ടിടങ്ങളാണ് എല്ലായിടത്തും. ഞങ്ങളും കുറേ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓർമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല, ഭാവിയിൽ ഞങ്ങൾക്കിത് ഫോട്ടോ ചിലപ്പോൾ ഫ്രെയിം ചെയ്യാനോ അല്ലെങ്കിൽ പടം വരയ്ക്കാനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ബിൽഡിങ്ങളൊക്കെ എന്ത് വലുപ്പല്ലേ ഈ ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ. മുന്നോട്ട് നോക്കുമ്പോൾ ദൂരെ മൂടൽമഞ്ഞിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ് സിറ്റി. പഴയ ശൈലിയിൽ പണിഞ്ഞ ബിൽഡിങ്ങുകളുടെ ഫ്രണ്ട് നിന്നുകൊണ്ട് അങ്ങ് ദൂരെ അൾട്രാ മോഡേൺ സിറ്റികൾ കാണുമ്പം ഒരു പ്രത്യേക സൗന്ദര്യം തോന്നുന്നുണ്ട്.
പാസ്റ്റിൻ്റെയും ഫ്യൂച്ചറിൻ്റെയും ഒരു ബ്ലെൻഡാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പ് ഫുഡുമായിട്ട് മുന്നോട്ട് നടക്കുന്നു. വലതുവശത്ത് കൾച്ചർ സെൻറ്റർ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നു. സൂര്യൻ ഉദിച്ചിങ്ങനെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു ചൂട് അനുഭവപ്പെടുന്നുമുണ്ട്, എന്നാലും വലിയ ചൂടില്ല. അതുകൊണ്ട് നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുമില്ല. ഡിസംബറിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ടാണ് ചൂട് കുറവ്. ഒരുപാട് കഫേയും റെസ്റ്റോറൻറ്റുകളും കാണാം. ഇപ്പോൾ അതൊക്കെ അടച്ചിട്ടേക്കുമാണ്. പക്ഷെ ഉച്ച കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നല്ല തിരക്കായിരിക്കും. നടന്ന് നമ്മളിപ്പോൾ റോഡിനടുത്തെത്തി. കോർണിഷ് എത്തുന്നതിന് മുന്നേ 2 റോഡുകൾ മുറിച്ചു കിടക്കണം. ദോഹ കോർണിഷ് നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റാത്ത ഐക്കോണിക് സ്ഥലങ്ങളിലൊന്നാണ്. ദോഹയുടെ ഉൾക്കടലിൽ ഏകദേശം 7 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന വാട്ടർ ഫ്രണ്ട് പ്രൊമനേഡാണിത്. കോർണിഷിൽ നിന്നുള്ള കാഴ്ചകൾ മനോഹരമാണ്. ദോഹയുടെ സ്കൈലൈനുകളും വെസ്റ്റ് ബേ, പേർഷ്യൻ ഗൾഫ് എന്നിവയുടെ മികച്ച കാഴ്ച കോർണിഷിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. നിങ്ങൾ ദോഹയിലെത്തുകയാണെങ്കിൽ തീർച്ചയായും വരേണ്ട സ്ഥലങ്ങളിലൊന്നാണിത്. നടന്നെത്തിയത് ഒരു പാർക്കിൻ്റെ മുന്നിലാണ്. ഇനി അടുത്ത സിഗ്നലിലോട്ടാണ് നമ്മൾ നടക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പാർക്കാണ്. അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പോകുന്നിടത്തെല്ലാം പൂച്ചകളുണ്ട്. ദാ ഇവിടെയും ഒരാളെടുപ്പുണ്ട്. നമ്മളെ കണ്ടപ്പം പൂച്ച സാറിന്റെ മുഖത്തൊരു സന്തോഷമൊക്കെ ഉണ്ട്. കയ്യിലിരിക്കുന്ന ഭക്ഷണം കണ്ടിട്ടാണോ അറിയത്തില്ല, പുള്ളിക്കാരൻ നമ്മുടെ പുറകെ കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചു നേരം പുള്ളിയുടെ കൂടെ കളിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. കുറച്ചു നേരം നമ്മുടെ കൂടെ നടന്നു. ഒടുവിൽ ട്രാഫിക് ലൈറ്റിൻ്റെ അവിടം വരെ കൊണ്ടുവിട്ടിട്ട് അവൻ പാർക്കിൻ്റെ ബുഷുകളുടെ ഇടയിലോട്ട് ചാടി മറിഞ്ഞു. ഈ റോഡും കൂടെ മുറിച്ച് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കോർണിഷിലെത്തും. അടുത്താണെങ്കിലും ഈ റോഡ് ക്രോസ് ചെയ്യുന്നതിന് താമസം കൊണ്ടാണ് നമ്മൾ അവിടെ എത്താൻ വൈകുന്നത്. നമുക്കൊരു അബദ്ധം പറ്റിയിരുന്നു. ഈ കോർണിഷിലേക്കും അല്ലാതെ മറ്റ് സ്ഥലങ്ങളിലേക്കും പോകാനായിട്ട് അണ്ടർഗ്രൗണ്ട് പാസേജുകളുണ്ട്. അതിലൂടെ പോയി കഴിഞ്ഞാൽ ഈ റോഡുകളൊന്നും ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അത് നമുക്ക് അറിയത്തില്ലായിരുന്നു. പച്ച ലൈറ്റാകാൻ വേണ്ടി കാത്തിരിക്കുമ്പം നമ്മുടെ കാറുകളൊക്കെ ശ്രദ്ധിക്കുന്നത്. നല്ല സ്പീഡിലാണ് എല്ലാവരും വണ്ടി ഓടിക്കുന്നത്. റാഷ് ഡ്രൈവിങ്ങും ഉണ്ട്. ഇൻഡിക്കേറ്റർ ഇടാതെ ലെയിൻ മാറുന്നു, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പല വീഡിയോസിനകത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ റോഡിൽ ഡ്രൈവിംഗ് ഇഞ്ചിരി റാഷ് ഡ്രൈവിംഗ് ആണ്. അതുകൊണ്ട് റോഡിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, റോഡ് മുറിച്ച് കിടക്കുമ്പോൾ നന്നായി സൂക്ഷിക്കണം എന്നൊക്കെ. അതിപ്പോൾ നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ, അതുകൊണ്ട് സൂക്ഷിച്ച് നടക്കുക. അങ്ങനെ റോഡ് മുറിച്ച് കിടന്ന് നമ്മൾ കോർണിഷിലെത്തിയിരിക്കുന്നു. പച്ച പുല്ല് വിരിച്ചതും കുറേ മരങ്ങളും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് കോർണിഷ്. ഖത്തറിൽ ഇത്രയും പച്ചപ്പുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. നന്നായിട്ട് ടൈലൊക്കെ വിരിച്ച നടപ്പാതകളും സൈക്ലിങ്ങിനുള്ള പ്രത്യേകം ലൈനുകളും എല്ലാം ഉണ്ട് കോർണിഷിൽ. സൈഡ് ഭിത്തികളൊക്കെ നല്ല ഡിസൈനിലാണ് ചെയ്തു വച്ചിരിക്കുന്നത്. മുന്നിൽ കാണുന്ന ബിൽഡിങ്ങുകൾക്കും പാലങ്ങൾക്കും സ്ട്രീറ്റ് ലൈറ്റുകൾക്കും എല്ലാം ഒരു പ്രത്യേക ഡിസൈനുണ്ട്. എല്ലാ ഡീറ്റെയിൽസും നന്നായിട്ട് ചിന്തിച്ച് ചെയ്തു വെച്ചതുപോലെയുണ്ട്. ഇതിൻ്റെ എല്ലാം ഭംഗി കൂട്ടാനായിട്ട് ഖത്തറിൻ്റെ സ്വന്തം ബോട്ടുകളായ ധോ എന്ന വള്ളങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നു. തടികൊണ്ട് നിർമ്മിച്ച ട്രഡീഷണൽ ബോട്ടുകളെയാണ് ധോ എന്ന് വിളിക്കപ്പെടുന്നത്. ഖത്തർ കൾച്ചറിൻ്റെ വലിയൊരു ഭാഗമാണ് ധോ എന്ന വള്ളങ്ങൾ. യാത്രകൾക്ക് വേണ്ടിയും മീൻ പിടിക്കാൻ വേണ്ടിയും പിന്നെ പ്രധാനമായും മുത്തുച്ചിപ്പി മുങ്ങിയെടുക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ഈ ബോട്ടുകൾ. അവയുടെ എല്ലാം പിന്നിൽ സിറ്റി ഇങ്ങനെ മൂടൽമഞ്ഞിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. നല്ലൊരു പ്രഭാതമാണ് നമുക്ക് ദോഹ സമ്മാനിച്ചത്. കോർണിഷ് ഒരു ചന്ദ്രക്കലയുടെ ഷേപ്പിൽ ഇങ്ങനെ കിടക്കുകയാണ്. കോർണിഷിലും പ്രൊമനേഡിലുമാണ് ഇവിടുത്തെ മേജർ പരിപാടികളൊക്കെ നടക്കുന്നത്. നാഷണൽ ഡേയുടെ പരേഡും പിന്നെ മറ്റ് റിലീജിയസും സിവിക് ആയിട്ടുള്ള പ്രോഗ്രാമുകളുടെ പരേഡുകളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. സ്പോർട്സ് ആക്ടിവിറ്റികളുടെ പരിപാടികളും ഇവിടെ നടക്കാറുണ്ട്. നാട്ടുകാർക്കും ടൂറിസ്റ്റുകൾക്കും എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ് കോർണിഷ്. ഒരുപാട് ആളുകൾ ഇവിടെ സൈക്ലിങ്ങിനും റണ്ണിങ്ങിനും ജോഗിങ്ങിനും നടക്കാനും സമയം സ്പെൻഡ് ചെയ്യാനും പിന്നെ ബോട്ടിങ്ങിനും വരാറുണ്ട്. ഇവിടുന്നാണ് ലക്ഷറി ഐലൻഡായ ബനാന ഐലൻഡിലേക്ക് ബോട്ടുകൾ പോകുന്നതും. ഇവിടെയാണ് ബോട്ട് ടെർമിനലും പിന്നെ ദോ ഹാർബറും. മുന്നോട്ട് നീങ്ങുമ്പോൾ അനേകം ദോ ബോട്ടുകൾ നിർത്തിയിട്ടേക്കുന്നത് കാണാം. എല്ലാത്തിലും ഖത്തറിൻ്റെ ഫ്ലാഗുണ്ട്. പിന്നെ പേൾ മോണുമെൻറ്റും നമുക്കിവിടെ കാണാം. പിന്നെ അകലെ സിറ്റിയും അതിനു മുന്നിൽ ഫിഫ വേൾഡ് കപ്പിൻ്റെ സിംബലും ഉണ്ട്. ഖത്തറിൻ്റെ ചരിത്രത്തിലെ ഒരു വലിയ അധ്യായത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. ഇതാണ് പേൾ മോണുമെൻറ്റ്. ദോഹ കോർണിഷിൽ ദോ ഹാർബറിൻ്റെ കവാടത്തിന് മുന്നിലായിട്ട് പേൾ മോണുമെൻറ്റ് സ്ഥിതി ചെയ്യുന്നു. ഖത്തറിൻ്റെ പേൾ ഡൈവിംഗ് ഹിസ്റ്ററിയെ ഓർമ്മപ്പെടുത്താനും റെസ്പെക്റ്റ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു മോണുമെൻ്റാണിത്. തുറന്നിരിക്കുന്ന മുത്തുച്ചിപ്പിയും അതിലൊരു വലിയ മുത്തും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ലാൻഡ്മാർക്കാണിത്. ദോഹയിൽ വരുന്ന ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെയാണ്.
എണ്ണയും ഗ്യാസും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്തതിന് മുൻപേ ഖത്തറിലേക്ക് പണം കൊണ്ടുവന്നിരുന്നത് പേൾ ഡൈവിങ്ങിലൂടെയായിരുന്നു. ഈ പേൾ മോണുമെൻ്റ് എന്തുകൊണ്ട് ഫേമസ് ആയതിന് കാരണം കൾച്ചറൽ സിമ്പിളാണ്, നല്ല അടിപൊളി ലൊക്കേഷനുമാണ് ഇത് സ്ഥാപിച്ചത്. അതുകൊണ്ടൊരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഇത് മാറി. ഓയിലും ഗ്യാസും കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഏറ്റവും വിലയേറിയ നിധിയായ മുത്തുകളുടെ ആവാസ കേന്ദ്രമായിരുന്നു പേർഷ്യൻ ഗൾഫ് അല്ലെങ്കിൽ അറേബ്യൻ ഗൾഫിൻ്റെ കടലുകൾ. നൂറ്റാണ്ടുകളായിട്ട് മൂക്കിലിടുന്നൊരു ചെറിയ ക്ലിപ്പും ഭാരമുള്ള കയറും കൊണ്ട് കടലിനടിയിൽ പോയി മുത്തുകൾ ശേഖരിച്ചവരായിരുന്നു ഇവിടുത്തെ ആളുകൾ. പണ്ട് കാലത്ത് ഒരു എക്യുപ്മെൻറ്റും ഇല്ലാതെ കടലിൻ്റെ അടിയിൽ പോയി പെർഫെക്റ്റ് ആയിട്ടുള്ള പേളുകൾ കണ്ടുപിടിക്കുന്നത് ചെറിയ പരിപാടിയല്ല. 3 മുതൽ 6 മാസം വരെ ഇവർ കടലിൽ ഇങ്ങനെ കറങ്ങി നടന്ന് പേള് ശേഖരിക്കുമായിരുന്നു. അതിൽ പലരും തിരിച്ചു വരാറുമില്ല. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജോലിയായിരുന്നു ഇത്. പേൾ ട്രേഡിങ് ഖത്തറിന് ഒരുപാട് വരുമാനം കൊണ്ടുവന്നു. കൂടുതലും മേടിച്ചിരുന്നത് ഇന്ത്യയിൽ നിന്നും പിന്നെ അയൽ രാജ്യങ്ങളിൽ നിന്നുമായിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ആളുകൾ മേടിച്ചു തുടങ്ങി. പക്ഷേ 20-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ജാപ്പനീസ് മുത്തുകളുടെ വരവായി. അവർ ആർട്ടിഫിഷ്യലായിട്ട് പേളുകൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഖത്തറിൻ്റെ പേൾ ഇൻഡസ്ട്രി പതിയെ തകർന്നു തുടങ്ങി. അതുമാത്രമല്ല, സാമ്പത്തിക മാന്ദ്യവും പേൾ ഇൻഡസ്ട്രിയെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്തു. മുത്തു വ്യാപാരം മങ്ങിയപ്പോൾ എണ്ണയും പ്രകൃതിവാതകവും ഉയർന്നു വന്നു. ഖത്തറിൻ്റെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമായിരുന്നു അത്. പിന്നെ ഖത്തറിൻ്റെ വളർച്ച പിടിച്ചാൽ നിൽക്കാത്ത പോലെയായി. പേൾ ഡൈവിങ് ഇപ്പോൾ ഇല്ലെങ്കിലും അതിൻ്റെ പാരമ്പര്യം ഖത്തറിൻ്റെ ഐഡൻറ്റിറ്റിയിൽ അലിഞ്ഞിരിക്കുന്നതാണ്. അതവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. എവിടെ പോയാലും പേളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണും. പേൾ മോണുമെൻറ്റ്, പിന്നെ മറ്റ് സ്റ്റാച്ചുകൾ. പേൾ ഐലൻഡ് എന്നുള്ളൊരു വലിയ ഐലൻഡ് തന്നെ ഇവിടെ ഉണ്ട്. ബോട്ടുകളും പേൾ മോണുമെൻറ്റും വിലയേറിയ മുത്തുകൾ തേടി അജ്ഞാതയിലേക്ക് പോയ പേൾ ഡൈവേഴ്സിൻ്റെ കഥകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നു. നമ്മുടെ അടുത്തേക്ക് വരുന്നത് വെള്ളം വരുന്നില്ല, അവിടെ നിന്ന് താഴ്ന്നു പോകുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഈ കടലും ബോട്ടും സിറ്റിയും എല്ലാം കണ്ടുകൊണ്ട് നമുക്കിവിടെ നിന്ന് കഴിക്കാം. വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും പറ്റിയ സ്ഥലമെന്ന് തോന്നി. തൊട്ടടുത്ത് വേസ്റ്റ് ബിന്നുകളും ഉണ്ട്. കഴിച്ചു കഴിഞ്ഞ് വേസ്റ്റും അതിലിട്ടിട്ട് നമുക്ക് നടത്തം തുടരാം. അങ്ങനെ ഇവിടെ പൊറോട്ട റാപ്പുകൾ തുറന്നു. ഇത്തവണ നമ്മൾ ഫലാഫലിൻ്റെ പൊറോട്ട റാപ്പാണ് മേടിച്ചത്. ഇന്നലെ രാത്രി ചിക്കനായിരുന്നു, അതും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ പുതിയത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പൊറോട്ട റാപ്പൊക്കെ കഴിച്ചു തീർത്തു. അവിടുത്തെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് സൂക്ക് വാക്കിഫിലേക്ക് തിരിച്ചു പോകാനാണ് പ്ലാൻ. ജെറ്റ് ലാഗും പിന്നെ ക്ഷീണവും ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. പിന്നെ ഫുഡ് കൂടെ കയറിയപ്പം ഒന്ന് കിടന്നാലോ എന്നൊരു തോന്നൽ. പോകുന്ന വഴി ഒരു ക്യാമൽ പെൻ ഉണ്ട്, അതായത് കൊട്ടാങ്ങളെ പരിപാലിച്ചു വരുന്നൊരു സ്ഥലം. അവിടെയും കയറണം. ചൂട് പതിയെ കൂടി വരുന്നു. പേൾ മോണുമെൻ്റ് അടുത്ത് കണ്ട ഭൂഗർഭ പാതയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ഇതിലൂടെ പോയാൽ റോഡുകൾ മുറിച്ച് കിടക്കേണ്ട ആവശ്യമില്ല, വളരെ നല്ലതാണ്. തിരിച്ച് ഹോട്ടലിൽ പോയി ഒരു മയക്കം കഴിഞ്ഞിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയാലതാണ് നമ്മൾ ആലോചിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും സമയം കളയുന്നത്, പതിയെ യാത്ര ചെയ്യുന്നത്. ഒരു റിലാക്സ്ഡ് വെക്കേഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്ഥലങ്ങളുടെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി അതിങ്ങനെ ടിക്ക് ചെയ്ത് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഒരുപാട് നടക്കാനും പതിയെ യാത്ര ചെയ്യാനും പോകുന്ന സ്ഥലങ്ങൾ നന്നായി ഉൾക്കൊള്ളാനും നമ്മൾ ആഗ്രഹിക്കുന്നു. അവസാനം നമുക്ക് ചില സ്ഥലങ്ങൾ നഷ്ടമായേക്കാം. റിഗ്രറ്റ് ഒന്നുമില്ല. പോകുന്ന സ്ഥലം നന്നായി ആസ്വദിക്കുക. അവിടുത്തെ ആളുകളും അവിടുത്തെ അറ്റ്മോസ്ഫിയറും അവിടുത്തെ മണവും അവിടുത്തെ ഡീറ്റെയിൽസും എല്ലാം കണ്ടുകൊണ്ടും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടും സന്തോഷമായിട്ട് യാത്ര ചെയ്യുക. അതാണ് നമ്മുടെ ഈ കൊച്ചു യാത്രയുടെ പർപ്പസ്. ഇവിടെ നമുക്കിപ്പം ജോലിയെക്കുറിച്ചും സേഫ്റ്റിയെക്കുറിച്ചും അക്കോമഡേഷൻ്റെ കാര്യവും അങ്ങനെ സ്ട്രെസ്സുകളൊന്നുമില്ല. ഈ യാത്ര വിശ്രമിക്കാനും ഒരുമിച്ച് ആസ്വദിക്കാനും പുതിയ സ്ഥലങ്ങൾ കാണുവാനും വേണ്ടിയാണ്. ഓരോ ദിവസവും അതിൻ്റെ ഒഴുക്കിനനുസരിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നു. അത് നമ്മളെ എവിടെയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് കണ്ടറിയാം. ഈ അണ്ടർഗ്രൗണ്ട് പാസേജിലൊക്കെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഒരു പ്രേത സിനിമയെ പോലത്തെ സീനുകൾ. ചെറിയൊരു പേടി ആദ്യം തോന്നിയെങ്കിലും പിന്നെ നമുക്ക് കംഫർട്ടായി. എല്ലായിടത്തും ക്യാമറയുണ്ട്, ഓട്ടോമാറ്റഡ് ഡോർസ് ഉണ്ട്, എസ്കലേറ്റർ ഉണ്ട്, എങ്ങോട്ട് പോകണമെന്നെല്ലാം കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മനോഹരമായ വോൾ ആർട്ടും നല്ല ടൈൽസും അടിപൊളി സെറ്റപ്പാണ് ഇവിടെ. ഡയറക്ഷൻസൊക്കെ കറക്റ്റായിട്ട് കൊടുത്തേക്കുന്നുണ്ട്. അത് നോക്കി നടന്നാൽ മതി, കറക്റ്റ് സ്ഥലത്തെത്തും. 2022 ഫിഫ വേൾഡ് കപ്പിന് മുന്നെയാണ് ഇതൊക്കെ നിർമ്മിച്ചു തീർത്തത്. ആ സമയത്തൊക്കെ ഈ പാസേജുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ ഇതിനുള്ളിൽ. എസ്കലേറ്റർ കയറി നമ്മൾ മുകളിലെത്തി. ഇപ്പോഴാണ് മനസ്സിലായത് നമ്മൾ രാവിലെ നടന്നു വന്ന വഴികളുടെ എല്ലാ അടിയിൽ കാർ പാർക്കും പിന്നെ ഈ വഴിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഓരോരോ സെറ്റപ്പുകൾ കാണുമ്പം നമ്മളിങ്ങനെ അന്തം വിട്ട് പോകുന്നുണ്ട്.
അങ്ങനെ നമ്മൾ രാവിലെ കണ്ട ആ പാർക്കിലെത്തിയിരിക്കുന്നു. അതാണ് നമ്മുടെ ഹോട്ടൽ. പാർക്കിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇരിക്കാൻ ഒരുപാട് ബെഞ്ചുകളും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന പാർക്കാണിത്. പാർക്കിൻ്റെ ഒരറ്റത്ത് വീണ്ടും അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ട്. അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ സൂക്ക് വാക്കിലെത്തും. അത് എത്തിച്ചേരുന്നത് നമ്മുടെ ക്യാമൽ പിന്നല്ലേ അതിൻ്റെ അടുത്താണ്. നന്നായി കല്ലുവിരിച്ച പാതയിലൂടെ നടന്ന് നമ്മൾ വീണ്ടും ഭൂഗർഭ പാതയുടെ അടുത്തെത്തിയിരിക്കുന്നു. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് എൻ്റെ ഫോണിൽ മെസ്സേജുകൾ വരുന്നത് ശ്രദ്ധിച്ചത്. എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളിൽ ഒരാളായ ബിജോയുടെ മെസ്സേജുകളായിരുന്നു അത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലിട്ട സ്റ്റോറികൾ കണ്ടപ്പോൾ ഞാൻ ദോഹയിൽ ഉണ്ടെന്ന് അവന് മനസ്സിലായി. അവനും ദോഹയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഫോൺ നമ്പറുകൾ കൈമാറി. അവൻ താമസിക്കുന്ന സൂക്ക് വാക്കിഫിന് അടുത്താണെന്നും ഉച്ചയ്ക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാമെന്നും അവൻ ഉറപ്പ് നൽകി. പണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് പല വഴിക്ക് പിരിഞ്ഞതാണ് ഞങ്ങളെല്ലാവരും. അവനെ കണ്ടിട്ട് ഒരു 10-13 വർഷമെങ്കിലും ആയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫുട്ബോളിനോടുള്ള സ്നേഹം ചാറ്റുകളിലൂടെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തി. അതാണ് ഒട്ടകങ്ങളെ പരിപാലിക്കുന്ന സ്ഥലം. അതിനടുത്തൊരു ഫാൽക്കൻ ഹോസ്പിറ്റലും ഉണ്ട്. അതും ഒരുപാട് ടൂറിസ്റ്റുകൾ പോകുന്ന സ്ഥലമാണ്. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ചെറുതായിട്ട് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഡോറ് തന്നെ തുറക്കില്ല. ഇനി നമുക്ക് ക്യാമൽ പെന്നിലേക്ക് പോകണം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറുന്നില്ല. അതിൻ്റെ കാരണം നമുക്ക് പിന്നെ മനസ്സിലാവും. അങ്ങ് ദൂരെ കാണുന്നതാണ് അമീറി ദിവാൻ. നമുക്ക് ഒട്ടകങ്ങളുടെ കാഴ്ചയിലേക്ക് പോകാം. ഇച്ചിരി ഇല എവിടെയൊക്കെ തിന്നുന്നുണ്ട്. മണലൊക്കെ തിന്നുന്നുണ്ട്. കണ്ടോ കാഷ്ടം തിന്നുന്നേ? വേറെ ഇതിൻ്റെ കാഷ്ടം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഓടും. നമ്മളെ നോക്കണ്ട, അതായത് നല്ലത്. ഈ പേടിയാണ്, നോക്കിയാൽ ഞാൻ ഇങ്ങോട്ട് വരും. എന്നെ കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വരില്ല. ആ ദൂരത്തു നിന്നുള്ള കളികൾ മാത്രം. ഇനി നമുക്ക് സൂക്കിലേക്ക് പോകാം. നടക്കുമ്പോൾ ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ സൗന്ദര്യം കാണാതിരിക്കാൻ പറ്റില്ല. വഴി കൂടെ പോകുന്ന ടാക്സികളൊക്കെ ഫോൺ അടിച്ച് നമ്മളെ വിളിക്കും. പല പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്ന് ഓഫറും തരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ അതിൽ താല്പര്യമില്ല. അതുകൊണ്ട് ബഹുമാനപൂർവ്വം നമ്മളത് നിരസിച്ചു. നമ്മൾ ഹോട്ടലിനടുത്തെത്തി. ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ സമയമായിരിക്കുന്നു. ചെറിയ ക്ഷീണം തോന്നുന്നുണ്ട്. ഉച്ചഭക്ഷണം കഴിക്കാനും വിജയെ കാണാനുള്ള ആവേശവും നമുക്കുണ്ട്. അതുകൊണ്ട് അല്പം വിശ്രമിച്ചിട്ടും പിന്നൊന്ന് ഫ്രഷ് ആയിട്ടും അവനെ കാണാൻ വേണ്ടി ഇറങ്ങാം എന്ന് തീരുമാനിച്ചു. ചെറിയൊരു ഉറക്കത്തിന് ശേഷം നമ്മൾ തെരുവിലേക്ക് ഇറങ്ങി. ഇപ്പോൾ തെരുവ് കുറച്ച് സജീവമായിട്ടുണ്ട്. ആളുകളുടെ എണ്ണം കൂടി തുടങ്ങിയിട്ടുണ്ട്. ചില കടകളൊക്കെ തുറന്നു. ബിജോയെ കണ്ടിട്ട് ഒരുപാട് വർഷമായെങ്കിലും വല്ലപ്പോഴുമൊക്കെ ഞങ്ങൾ മെസ്സേജുകൾ അയക്കാറുണ്ടായിരുന്നു. 2022 ഫിഫ വേൾഡ് കപ്പിൻ്റെ സമയത്ത് മിക്ക കളികളും അവൻ സ്റ്റേഡിയത്തിൽ പോയി കണ്ടിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നോട് പറയാറുമുണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ കാണാറുമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വേൾഡ് കപ്പാണ് ഞങ്ങളെ വീണ്ടും കൂടുതൽ അടുപ്പിച്ചത്. ആ വേൾഡ് കപ്പ് നടന്നിടത്ത് വെച്ച് അവനെ കാണാൻ പറ്റുന്നതും ഒരു സ്പെഷ്യൽ മൊമെൻ്റാണ്. ലഞ്ച് കഴിക്കാൻ പറ്റിയൊരു സ്ഥലവും നോക്കിയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോഴാണ് ബിജോയ് വിളിച്ചിട്ട് പറഞ്ഞത് നമ്മൾ ഫിഷ് കഴിക്കുമെന്ന്. അതെ, ഫിഷ് കഴിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു. എന്നാൽ നമുക്ക് ദാനത്ത് ഫിഷ് ബാർബിക്യൂ റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് അവൻ നിർദ്ദേശിച്ചു. എന്നാൽ അവിടെ തന്നെ പോയി കളയാമെന്ന് നമ്മളും തീരുമാനിച്ചു. നമുക്കിഷ്ടമുള്ള ഫിഷ് സെലക്ട് ചെയ്യാം. അതവർ ഗ്രില്ല് ചെയ്ത് നമുക്ക് തരും. കൂടെ കഴിക്കാൻ മറ്റു സാധനങ്ങളും ഓർഡർ ചെയ്യാം. നമ്മൾ 2 വലിയ ഫിഷ് ബാർബിക്യൂ ഓർഡർ ചെയ്തു. പിന്നെ മന്തി റൈസും. നല്ല അടിപൊളി മണമുള്ള ഫിഷും മന്തി റൈസും എത്തിയിരിക്കുന്നു. ഭക്ഷണത്തിന് സുഗന്ധവും രുചിയും അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല, സൂപ്പർ. ഈ ടേസ്റ്റ് കൊണ്ടും പിന്നെ വിശപ്പുള്ളതുകൊണ്ടും പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഈ കടയുടെ ഓണറും ഒരു മലയാളിയാണ്. ദോഹ വരുന്നവർക്കെല്ലാം നമുക്ക് കണ്ണും പൂട്ടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ 3 പേരെ വയറ് നന്നായി നിറഞ്ഞു. എന്നാൽ ഇനി കുറച്ച് നേരം കൊണ്ട് നടക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ബിജോയുടെ കൂടെ നടത്താൻ തുടങ്ങി. ബിജോയ് നമ്മളെ നേരെ കൊണ്ടുപോയത് ഒരു സ്പെഷ്യൽ കട കാണിക്കാനാണ്. വേൾഡ് കപ്പ് ജയിച്ചപ്പോൾ സാക്ഷാൽ ലയണൽ മെസ്സിക്കും അർജന്റീന ടീമിനും ഖത്തറിൻ്റെ അമീറായ അൽത്താനി അണിയിച്ചു കൊടുത്ത ബീസ്റ്റ് നിർമ്മിച്ച കട. ഈ കമ്പനിയാണ് ആ ട്രഡീഷണൽ ബീസ്റ്റ് ഉണ്ടാക്കിയത്. ഇവിടെ മെസ്സിയുടെ വീഡിയോയും ഫോട്ടോസും വിവിധ തരം ബീസ്റ്റുകളും നിർത്തി വച്ചിരിക്കുന്നു. പോകുന്ന വഴിയിലെല്ലാം രോമക്കുപ്പായക്കാരായ പൂച്ചകൾ കറങ്ങി നടക്കുന്നു. ഈ സ്ഥലമെല്ലാം അവരുടേതാകുന്ന പോലാണ് അവരുടെ നടത്തം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗോൾഡൻ തമ്പ് സ്റ്റാച്ചുവിൻ്റെ അടുത്താണ്. ലേപ്പോസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്.
ഒരു ഫ്രഞ്ച് ആർട്ടിസ്റ്റ് നിർമ്മിച്ചതാണിത്. 2019 AFC ഏഷ്യ കപ്പ് ജയിച്ചപ്പോൾ നിർമ്മിച്ചതാണ് ഈ സ്റ്റാച്ചു. കടകളെല്ലാം തുറന്നു തുടങ്ങിയിരിക്കുന്നു. ആളുകളെ കൊണ്ട് തെരുവുകൾ നിറയുന്നു. അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്നൊരു കോൾ വന്നു. നമ്മുടെ ശരിക്കുള്ള റൂം റെഡി ആയിട്ടുണ്ട്. ഹോട്ടലിലെത്തിയ ഉടൻ നമ്മളെ ചെറിയൊരു ഇലക്ട്രിക് ബഗ്ഗിൽ കയറ്റി റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. ഭാഗ്യത്തിന് സെയിം ബിൽഡിങ്ങിൽ തന്നെയാണ് റൂം. കാഴ്ചകളൊക്കെ ഉണ്ട്. ഈ വണ്ടിയിലിരുന്ന് പോകാൻ നല്ല രസമാണ്. ഹോട്ടൽസൊക്കെ അവരുടെ ടേബിളുകളും ചെയറുകളും പുറത്തേക്ക് നിരത്തിയിട്ടു. എല്ലാം അലങ്കരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇതേ ഒരു പൂച്ചസാറ് സ്ട്രീറ്റിന് നടുക്ക് കിടക്കുകയാണ്. അവിടെ നിന്നളിയും മാറത്തില്ല. എല്ലാവരും വഴി മാറിപ്പോകണം. അങ്ങനെ ഇന്നത്തെ രണ്ടാമത്തെ കുളിയും കഴിഞ്ഞ് ഞങ്ങൾ തൂക്കിൻ്റെ വൈകുന്നേരത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. എല്ലാ കടകളും തുറന്നിരിക്കുന്നു. ഒരുപാട് ആളുകൾ വന്ന് നിറഞ്ഞിരിക്കുന്നു. സൂക്ക് വാക്കിഫിൻ്റെ കാഴ്ചകളിലേക്ക് പോയതിന് മുന്നേ നമ്മൾ മിനാർ ഡിസ്ട്രിക്റ്റ് വരെ പോകാൻ തീരുമാനിച്ചു. സൂക്ക് വാക്കിഫിൽ നിന്ന് നടന്ന് കോർണിഷ് വഴി മിനാർ ഡിസ്ട്രിക്റ്റ് വരെ നടന്നുപോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വന്ന് സൂക്കിൻ്റെ രാത്രി കാഴ്ചകൾ ആസ്വദിക്കാനാണ് നമ്മുടെ പ്ലാൻ. നമ്മുടെ മുന്നിലാ കാണുന്ന വലിയ ബിൽഡിംഗ്, വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ആ വലിയ ബിൽഡിങ് മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ടാണ്. ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ്. നാളെയും അവധിയാണെന്നാണ് കാണിക്കുന്നത്. 1400 വർഷത്തെ ഇസ്ലാമിക് ആർട്ടിൻ്റെ ശേഖരങ്ങൾ അവിടെയുണ്ട്. പ്രൊമനേഡിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ നല്ല രസമാണ്. നമ്മളീ പോകുന്ന വഴിക്കാണ് ഫ്ലാഗ് പ്ലാസയും ബോക്സ് പാർക്കും പിന്നെ മറ്റ് ചെറിയ പാർക്കുകളും. ഓൾഡ് ദോഹ പോർട്ടും മിനാർ ഡിസ്ട്രിക്റ്റും അത് കഴിഞ്ഞാണ്. അവിടെയൊക്കെ പോയി വൈകുന്നേരത്തെയും രാത്രിയിലത്തെയും കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ എക്സൈറ്റഡ് ആണ്. യാത്ര പോകാനായിട്ട് ബോട്ടുകളൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അതിലെ ജോലിക്കാരൊക്കെ നമ്മളെ വിളിച്ചു കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. നടന്നു നീങ്ങുമ്പോഴാണ് ഒരു 800 സ്ക്വയർ മീറ്റർ വലിപ്പമുള്ള ഒരു വലിയ LED സ്ക്രീൻ കാണുന്നത്. ആ സ്ക്രീനിൽ നിന്നുള്ള ലൈറ്റ് കാരണം ഈ ഏരിയയിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നും. അത്രയും ലൈറ്റാണ് അതിൽ നിന്ന് വരുന്നത്. മറ്റ് ബിൽഡിങ്ങുകളും പല പല ലൈറ്റുകളും ഇട്ട് തുടങ്ങിയോടെ ഒരു വൈബ്രൻ്റ് അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. വിദേശ സഞ്ചാരികളെ നമ്മളിപ്പം പുറത്ത് കണ്ടു തുടങ്ങി. നേരത്തെ ആരെയും കണ്ടിരുന്നില്ല. ഒരു കൂട്ടം യൂറോപ്യൻസിൻ്റെ കൂടെ ഞങ്ങൾ റോഡ് മുറിച്ച് കടന്ന് ഫ്ലാഗ് പ്ലാസയിലേക്ക് എത്തി. ഇന്ത്യൻ പതാക കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഒരുപാട് തപ്പി നടക്കേണ്ടി വന്നില്ല. ഖത്തറിൻ്റെ ഫ്ലാഗിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇന്ത്യയുടെ ഫ്ലാഗും ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ നടന്നു പോകുന്നത് ബോക്സ് പാർക്കിലേക്കാണ്. ഈ നടക്കാനുള്ള വഴി മുഴുവൻ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വഴി നല്ല ക്ലിയർ ആയിട്ട് കാണാം. അതിൻ്റെ കൂടെ സ്ട്രീറ്റ് ലൈറ്റുകളും ഉണ്ട്. ഒരു പ്രത്യേക ഡിസൈനുള്ള സ്ട്രീറ്റ് ലൈറ്റുകളാണ്. അതും ഈ ഇരുട്ടത്ത് കാണാൻ നല്ല രസമാണ്. പാർക്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ പ്രതീക്ഷിച്ചില്ല. ഒരുപാട് കുടുംബങ്ങൾ, കളിച്ചു നടക്കുന്ന കുട്ടികൾ, കൂട്ടുകാരും പിന്നെ സ്ത്രീകളുടെ മാത്രം ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. എല്ലാവരും അവരുടെ സമയം ആസ്വദിക്കുന്നു. ചിലരൊക്കെ പിക്നിക്കും ചെയ്യുന്നുണ്ട്. സന്ധ്യ കഴിഞ്ഞിട്ടും പാർക്കിൻ്റെ പല ഏരിയയിലും വന്ന് പിക്നിക്ക് ചെയ്യാനും അവരുടെ സമയം സ്പെൻഡ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടും കൂടാതെ പറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ രാജ്യം അവർക്ക് നൽകുന്ന സേഫ്റ്റിയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കും സന്തോഷവും ആശ്വാസവും തോന്നുന്നുണ്ട്. നമുക്കും ആരെയും പേടിക്കേണ്ടല്ലോ. ബോക്സ് പാർക്കിനടുത്തെത്തിയപ്പോൾ നിരവധി ബോട്ടുകൾ ഹാർബറിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. പലതും പ്രൈവറ്റ് ആളുകളുടെ ആയിരിക്കും. ചിലത് നമുക്ക് റെൻറ്റിനെടുക്കാൻ പറ്റും. ഒടുവിൽ നമ്മൾ ബോക്സ് പാർക്കിൽ എത്തിയിരിക്കുന്നു. നല്ല രസകരവും കലാപരവുമായിട്ടുള്ളൊരു ഡിസൈനിങ് ആണ് ബോക്സ് പാർക്കിൻ്റെത്. പേര് പറയുന്ന പോലെ തന്നെ ബോക്സുകളുടെ രൂപത്തിലാണ് എല്ലാ ബിൽഡിങ്ങും. ഇതെല്ലാം നിർമ്മിച്ചത് കണ്ടെയ്നറുകൾ വെച്ചിട്ടാണ്. കണ്ടെയ്നറുകളെ പല രീതിയിൽ അടുക്കി വെച്ചിരിക്കുന്നു. ഭയങ്കര ക്രിയേറ്റീവായിട്ടും ഫണ്ണായിട്ടുമാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു യുണീക്ക് കൺസെപ്റ്റാണ്. അത് കാരണം ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനുമാണ്. വൈബ്രൻറ്റും കളർഫുള്ളും ആയിട്ടുള്ള ഡിസൈനുകൾ. വളരെ ട്രെൻഡി ആയിട്ടൊരു ലൊക്കേഷനാണിത്. ഈ കണ്ടെയ്നർ ബോക്സുകളെല്ലാം ഒരുപാട് കഫേസും റെസ്റ്റോറൻറ്റും പിന്നെ ഓഫീസുകളും അങ്ങനെ ഓരോരോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. മോഡലിങ്ങിനും ഫോട്ടോഗ്രാഫിക്കും ഇൻസ്റ്റാഗ്രാമബിൾ സ്പോട്ടും ഒക്കെ തപ്പി നടക്കുന്നവർക്ക് പറ്റിയ സ്ഥലമാണിത്. ഒരുപാട് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളും ഇവിടെയുണ്ട്. അങ്ങനെ കറങ്ങി നടന്നപ്പോഴാണ് ടീ ടൈമിൻ്റെ വേറൊരു ബ്രാഞ്ച് ഇവിടെ കണ്ടത്. എന്നാൽ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ. അവിടെ നിന്നും നമ്മൾ കറാക്ടീം മേടിച്ച് കുടിച്ചു. ബോക്സ് പാർക്കും കഴിഞ്ഞ് മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ നിരവധി പാർക്കുകളുണ്ട്, ചെറിയ ചെറിയ പാർക്കുകൾ. അവിടെയൊക്കെ ഓരോ സ്കൾപ്ചേഴ്സും ആർട്ട് വർക്കുകളൊക്കെ ഉണ്ട്. അതിൽ ചിലത് ഇപ്പോഴും 2022 വേൾഡ് കപ്പിൻ്റെ ആർട്ട് വർക്കുകളും സ്കൾപ്ചേഴ്സും ഒക്കെയാണ്. അവിടെ എന്തോ ഒരു ചെറിയ പ്രോഗ്രാമും നടക്കുന്നുണ്ട്. പാട്ട് കേൾക്കുന്നു, കുട്ടികളൊക്കെ കളിക്കുന്നു. നല്ല ലൈവ്ലി അറ്റ്മോസ്ഫിയർ.
ഇവിടുന്ന് നടന്നു നീങ്ങുന്നത് മിന ഡിസ്ട്രിക്റ്റിലേക്കാണ്. ഒരുപാട് കാറുകൾ വഴിയിലൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു. കുറച്ച് ദൂരമുണ്ട് നടക്കാൻ, പക്ഷേ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ നല്ല രസമായുണ്ട് നമ്മൾ നടന്നാണ് നീങ്ങുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ഷട്ടിൽ സർവീസ് ഉണ്ട് ഇവിടെ. ചെറിയ ബഗ്ഗി കാർട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അതിൽ കയറി രണ്ടറ്റത്തും പോയി വരാം. പക്ഷേ നമുക്ക് ഇതെല്ലാം കണ്ട് നടക്കാം. പിന്നെ നടക്കുമ്പോൾ ഇവിടുന്ന് സിറ്റിയുടെ നല്ല അടിപൊളി വ്യൂ ഉണ്ട്, അതും കണ്ടുകൊണ്ട് നടക്കാം. ഇവിടുന്നുള്ള സിറ്റിയുടെ വ്യൂ മനോഹരമാണ്. വെള്ളത്തിൽ സിറ്റിയുടെ റിഫ്ലക്ഷനും കാണാം. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടാണിതും. റോഡും ക്രോസ് ചെയ്ത് മിന ഡിസ്ട്രിക്റ്റിലേക്ക് കയറിയപ്പോൾ ആദ്യം നമ്മുടെ കണ്ണിൽപ്പെട്ടത് നല്ല ക്യൂട്ട് ബിൽഡിങ്ങുകളും ഇതിൻ്റെ എല്ലാം ഇടയ്ക്കൂടെ പോർട്ട് ലിങ്കിൻ്റെ വലിയ ക്രൂസ് ഷിപ്പ് നിർത്തിയിട്ടേക്കുന്നു. ഒഴുകി നടക്കുന്നൊരു സിറ്റി പോലെ ഒരു ഭീമൻ ക്രൂസ് ഷിപ്പ്. ഒരുപാട് ടൂറിസ്റ്റുകളും ഇവിടുത്തുകാരും ഇവിടെയുണ്ട്. ഈ ടൂറിസ്റ്റുകൾ കൂടുതലും ആ ക്രൂസ് ഷിപ്പിൽ വന്നിറങ്ങിയവരായിരിക്കണം. അവരെല്ലാം അവരുടെ ഫാമിലിക്കും കൂട്ടുകാർക്കും ഒപ്പം അവരുടെ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു. ട്രഡീഷണൽ സ്റ്റൈലിൽ നിർമ്മിച്ച ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം. പക്ഷേ എല്ലാം ഒന്നും പഴയതല്ല. മിക്കതും 2022 വേൾഡ് കപ്പിന് മുന്നേ പണി തീർത്തതാണ്. പക്ഷെ പണിഞ്ഞപ്പോൾ ട്രഡീഷണൽ സ്റ്റൈലിലും പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളർ സ്കീമിലുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് വളർന്നു. ഈ ഐഡിയാസൊക്കെ നമുക്ക് കണ്ടു പഠിക്കാവുന്നതാണ്. എല്ലാ ബിൽഡിങ്ങിലും എന്തെങ്കിലും കടകളും ഓഫീസും ചിലപ്പോൾ റെസ്റ്റോറൻറ്റുകളും കഫേയൊക്കെയാണ്. ഇവിടുത്തെ ആംബിയൻസ് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എല്ലാ മുക്കിലും മൂലയും കൂടെ നമ്മൾ കയറി നടക്കുകയാണ്. അപ്പോഴാണ് എന്തോ തെരഞ്ഞു നടക്കുന്നൊരു പൂച്ചയെ കണ്ടത്. ഒരു കൗതുകം തോന്നിയുകൊണ്ട് ഞങ്ങളും അതിൻ്റെ പുറകെ കൂടി. ആരെയോ കാത്തിരിക്കുന്ന പോലെ ആ ഡോറിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ ആ ഡോറിനുള്ളിൽ നിന്ന് രണ്ടുപേർ ഇറങ്ങി വന്നു. തൻ്റെ കുട്ടികളായിരുന്നു. അവരെ കാത്തിരിക്കുമായിരുന്നു അമ്മ. ആ മുഖം കണ്ടറിയാം പിള്ളേര് കാരണം കുഴഞ്ഞിരിക്കുമെന്ന്. ഒരുപാട് നല്ല തുണികൾ വിളിക്കുന്ന കടകളുണ്ട്. അപ്പൂനിതൊക്കെ കാണുമ്പോൾ മേടിക്കണം താല്പര്യം ഉണ്ടെങ്കിലും വെറുതെ എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങൾ മേടിച്ച് കാശ് കളയാനും പിന്നെ ഇനി പെട്ടി വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടും ഈ കടയിലോട്ടൊന്നും നമ്മൾ കയറിയില്ല. നടന്നു നീങ്ങുമ്പോഴാണ് ഒരു ഫേമസ് റെസ്റ്റോറൻറ്റും ഫിഷ് മാർക്കറ്റും നമ്മുടെ കണ്ണിൽപ്പെട്ടത്. ഈ റെസ്റ്റോറൻറ്റും ഫിഷ് മാർക്കറ്റും ഞാൻ സഞ്ചാരത്തിൽ കണ്ടിട്ടുണ്ട്. തൽക്കാലം വിശപ്പില്ലാത്തതുകൊണ്ടും പിന്നെ ഫിഷ് മാർക്കറ്റ് അടച്ചിട്ടേക്കുന്നതുകൊണ്ടും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല. മിന ഡിസ്ട്രിക്റ്റിൽ ഒരുപാട് ചുവർ ചിത്രങ്ങളുണ്ട്, നല്ല മനോഹരമായ ചിത്രങ്ങൾ. അതും നമ്മൾ നന്നായി ആസ്വദിക്കുന്നുണ്ട്. ഇവിടുത്തെ കലാകാരന്മാർ നിർമ്മിച്ച സൂനിയറുകളും ആർട്ട് വർക്കുകളും പിന്നെ ദോ ബോട്ടിൻ്റെയൊക്കെ ചെറിയ മാതൃകയും ഇതെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. മറ്റൊരു രസകരമായ കാര്യം, എവിടെ നിന്നാലും നമുക്ക് മലയാളം കേൾക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ മുന്നിലൂടെ കുറച്ച് മലയാളി പെൺകുട്ടികൾ കഥകൾ പറഞ്ഞും ചിരിച്ചുകൊണ്ടും നടന്നുപോയി. ഖത്തറിലെത്തിയപ്പോൾ മുതൽ കേരളം കുറച്ച് അടുത്തെത്തിയ പോലെ തോന്നുന്നുണ്ട്. അതിന് കാരണം എവിടെ നോക്കിയാലും കാണുന്ന മലയാളികൾ തന്നെയാണ്. കേരളത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് എല്ലായിടത്തും കാണാം. ഗൾഫ് രാജ്യങ്ങൾ പൊതുവെ അങ്ങനെയല്ലേ? പലർക്കും ഈ ഗൾഫ് രാജ്യങ്ങൾ രണ്ടാമത്തെ വീടാണ്. കേരളത്തിലെല്ലാവർക്കും തൻ്റെ ബന്ധുക്കളോ വീട്ടുകാരോ കൂട്ടുകാരോ ആരെങ്കിലും ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ കാണും. എൻ്റെ അച്ഛനും അനേകം വർഷം ഗൾഫിലായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും പല പല രാജ്യങ്ങളിലായിട്ട് ചതുരി കിടക്കുന്നു. അവരുടെ കഥകളിൽ നിന്നും നമുക്ക് ഈ സ്ഥലങ്ങളുടെ എല്ലാം പേരുകൾ കേട്ട അറിവുണ്ട്. അതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പം പല കഥകളും പല ആൾക്കാരെയും ഓർമ്മ വരുന്നു. പിന്നീട് കാര്യം, അവർ പറഞ്ഞ ഖത്തറിലെ കാഴ്ചകളും ആ ഖത്തറുമല്ല ഇപ്പോൾ നമ്മൾ കാണുന്ന ഖത്തർ. ഖത്തർ ഒരുപാട് മാറിയിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട പോലെ അല്ല. ആളുകളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു. ഒരുപാട് ടൂറിസ്റ്റുകളെയും ഇവിടെ കാണാം. ഇപ്പോൾ ആരുമില്ലാതെ കിടന്ന തെരുവുകൾ ഇപ്പം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞൊഴുകയാണ്. രാവിലെ ബേർഡ് മാർക്കറ്റിലൂടെ നടന്നപ്പോൾ കണ്ട ഗ്രില്ല് ബോക്സുകളില്ലേ, ഒന്നുമില്ലാതെ വെറുതെ ഇരുന്ന ഗ്രില്ല് ബോക്സുകൾ, അതാണിത്. ഇവിടെ പലതരം പക്ഷികൾ മാത്രമല്ല, ആമയും ഹാംസ്റ്ററും പിന്നെ പല വളർത്തുമൃഗങ്ങളും ഉണ്ട്. സൂക്കിൻ്റെ രാവിലത്തെ കാഴ്ചയും രാത്രിയിലത്തെ കാഴ്ചയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കണ്ടറിയാം. രണ്ടും നമ്മൾ ആസ്വദിക്കുന്നു. നടന്നു നടന്ന് കാലുകൾ കുഴഞ്ഞിരിക്കുന്നു. പാതിരാത്രിയായപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് മടങ്ങി. ഹോട്ടലിൽ പോയി ഒന്ന് കുളിച്ചിട്ട്
ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തു പോകാം. അതാണ് നമ്മുടെ പ്ലാൻ. കുളിച്ചു കഴിഞ്ഞ് ക്ഷീണം കൊണ്ട് വെറുതെ ഒന്ന് കിടന്നു. പക്ഷെ നമ്മൾ ഉറങ്ങിപ്പോയി. വിശന്നിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും എണ്ണീറ്റത്. സമയം നോക്കിയപ്പോൾ വെളുപ്പിനെ ഒരു 4:15 വന്നു കിടന്നത് വളരെ ലേറ്റായിട്ടാണ്, അതുകൊണ്ടാണ് ഉറങ്ങിപ്പോയത്. അങ്ങനെ പുലർച്ചെ 4:30 സൂക്ക് വാക്കിഫിൻ്റെ തെരുവിലൂടെ ഞാൻ വീണ്ടും നടക്കുകയാണ്. എന്തേലും കഴിക്കാൻ മേടിക്കണം. പക്ഷേ പേടിക്കാനൊന്നുമില്ല, ഒരുപാട് കടകൾ ഇവിടെ തുറന്നിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ഫേവറേറ്റ് കടയായ ടീ ടൈമും 24 hour തുറന്നിരിപ്പുണ്ട്. ഒരു രസകരമായ കാര്യം, ന്യൂസിലൻഡിൽ ഒരു 4:30, 5 മണി, 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാ കടകളും അടച്ച് ആൾക്കാർ വീട്ടിൽ പോകും. പിന്നെ ചില ഫാസ്റ്റ് ഫുഡ് ചെയിനുകൾ മാത്രമേ ഉള്ളൂ രാത്രി വരെ തുറന്നിരിക്കുന്നത്, അതും ചില ടൗണുകളിൽ മാത്രം. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടം സ്വർഗമാണ്. എപ്പോഴും ഫുഡുണ്ട്. ഏതെങ്കിലും ഒരു പുതിയ കടയിൽ നിന്ന് ഫുഡ് മേടിച്ചാലോ എന്നൊരു ഐഡിയ ഉണ്ട്. പക്ഷേ നല്ല വിശപ്പുള്ളപ്പോഴും ഈ സമയത്തും അങ്ങനെ ഒരു റിസ്ക് എടുത്ത് ചിലപ്പോൾ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അങ്ങനെ പണി കിട്ടണ്ടെന്ന് വെച്ച് നമ്മുടെ ഫേവറേറ്റ് ടീ ടൈമിലേക്ക് തന്നെയാണ് പോകുന്നത്. കറാക്റ്റിയും ക്ലബ് സാൻഡ്വിച്ചും മേടിച്ച് ഞാൻ റൂമിലേക്ക് നടക്കുകയാണ്. തമ്പ് സ്റ്റാച്ചു ആരുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഫുഡ് മേടിച്ചിങ്ങനെ നടന്നു പോകുമ്പോഴാണ് വാങ്കൂളി എയറിലിങ്ങനെ ഉയർന്നു വരുന്നു. ചെറിയ തണുപ്പുള്ള ക്ലൈമറ്റും ഈ ഒരു വൈബും പിന്നെ അടുത്ത ഏതോ പള്ളിയിൽ നിന്ന് ഉയർന്ന വാങ്കൂളിയും എന്നിലൊരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടാക്കി. പെട്ടെന്ന് എനിക്ക് നാട് ഓർമ്മ വന്നു. നാടിനെ മിസ് ചെയ്തു. നമ്മൾ നാട്ടിലല്ലേ വെളുപ്പിനെ വാങ്കൂളിയും അമ്പലത്തിൽ നിന്നുള്ള പാട്ടുമൊക്കെ കേട്ട് രാവിലെ ഉണർന്നിരുന്നത്. പെട്ടെന്ന് നമ്മുടെ ഓച്ചർ എനിക്ക് മിസ് ചെയ്തു. അടിപൊളി ക്ലബ് സാൻഡ്വിച്ചും 2 കറാക്റ്റീവാണ് ഇപ്രാവശ്യം മേടിച്ചത്. അങ്ങനെ ഇതും കഴിച്ച് മറ്റൊരു ദിവസത്തിന് വേണ്ടി റെഡിയാവാം. കൂടുതൽ വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു.